വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഞാനിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇതുവരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല, പക്ഷേ ഇത് റിയാക്ട് ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ നാസ്തികനാണെന്ന് പറഞ്ഞു നടക്കുകയും നാസ്തികതയെക്കുറിച്ച് ചോദിച്ചിട്ട് ഞാൻ നാസ്തികനല്ല, ഞാൻ ഏത്തിയസ്റ്റ് അല്ല, ഞാൻ നിരീശ്വരവാദി അല്ല എന്ന് പറഞ്ഞു നടക്കുന്ന തടി തപ്പുന്ന, ഇപ്പം നമുക്കറിയാമല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മുഴുവനും ഞാൻ നിരീശ്വരവാദിയല്ല എന്ന് പറഞ്ഞു നടക്കുകയാണ്. കാരണം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പേടിച്ചിട്ട്. ഈ പരിപാടി പണ്ട് ജബ്ബാർ മാഷ് പണ്ട് നിങ്ങൾ ദൈവം ഇല്ല എന്ന് പറയുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദൈവം ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഞാൻ അള്ളാഹു ഇല്ല എന്ന് പറയുന്നുള്ളൂ എന്നൊക്കെയുള്ള കോമഡികൾ പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഇതേ കോമഡി ലിയാഖത്ത് അലി ഇപ്പൊ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം, ഞാൻ ദൈവമില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ലിയാഖത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഇപ്പൊ ഈ ഒരു ലിയാഖത്ത്, അതായത് ഇങ്ങനെ അടിക്കടി വിഷയം മാറ്റുന്ന, നുണ പറയുന്ന, കള്ളത്തരം മാത്രം പ്രചരിപ്പിക്കുന്ന, ഉടായ്പ മാത്രം കൊണ്ടു നടക്കുന്ന ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു സംഘടനപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഇസ്ലാമിലെ അടിമത്തുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് എക്സ് മുസ്ലിംസ് ആയം മുതൽ തുടങ്ങിയ പരിപാടിയാണ് ഈ അടിമത്തം എന്നുള്ളത്. വേറൊരു സാധനം നേരാവണ്ണം നല്ലൊരു കാര്യങ്ങളൊന്നും ടോപ്പിക്കൊന്നും കൊണ്ടുവരില്ല. ആകെ പറയുന്നത് അടിമത്തം. ഈ അടിമത്തം കൊണ്ട് തന്നെ പരിപാടി. അങ്ങനെ ഈ അടിമത്തം പിടിച്ച് കുറേ കാലം നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടിമത്തം നിങ്ങളുടെ വിശ്വാസം ശരിയാണോ? നിങ്ങളെ ഏത്യസ്റ്റുകളായിട്ട് കൊണ്ടു നടക്കുന്ന ഇസ്ലാമിൽ ഒരു അടിമത്തം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം പന്നിയിറച്ചി മുസ്ലിങ്ങൾക്ക് ഹലാലായി വരും ചില സന്ദർഭങ്ങളിൽ, അല്ലേ? അപ്പം ഒന്നും കഴിക്കാൻ കിട്ടാത്ത അവസ്ഥ വന്നു വിരിച്ചോ, ഒന്നും കഴിക്കാൻ കിട്ടാത്ത അവസ്ഥ വന്നാൽ പന്നിയിറച്ചി കഴിക്കാം, അത് ഹലാലാണ്. അതിനർത്ഥം പന്നിയിറച്ചി എപ്പോഴും തിന്നുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല. പന്നിയിറച്ചിക്ക് പകരം വേറെ തിന്നാൻ കിട്ടിയാൽ തിന്നാം, പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവൻ രക്ഷിക്കാൻ വേറെ നിവൃത്തി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പന്നിയിറച്ചി കഴിക്കാം. അതേപോലെ തന്നെ യുദ്ധം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ബോർഡൊക്കെ പിടിച്ചടക്കാറുണ്ട്, പ്ലക്കാർഡ് പിടിച്ചടക്കാറുണ്ട്. യുദ്ധം പാടില്ല, യുദ്ധം മോശമാണ്, യുദ്ധം നിർത്തണം, യുദ്ധങ്ങളൊന്നും പാടില്ല, ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കണം. നമ്മുടെ ആഗ്രഹം അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പോലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് യുദ്ധം അനിവാര്യമായ ഘട്ടങ്ങൾ ഉണ്ടാവും. ചില സമയങ്ങളിൽ യുദ്ധം അനിവാര്യമായ ഘട്ടങ്ങൾ ഉണ്ടാവും, യുദ്ധം നടന്നേ പറ്റുന്നുള്ള ഘട്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ യുദ്ധം അനിവാര്യമായ ഘട്ടങ്ങളിൽ നടക്കേണ്ടി വരും. അപ്പൊ യുദ്ധം ഒരു മോശമായ കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് യുദ്ധമേ പാടില്ല, എല്ലാ സന്ദർഭങ്ങളിലും യുദ്ധം പാടില്ല എന്നുള്ളതല്ലേ ഇസ്ലാമിലെ കാഴ്ചപ്പാട്. അതിന് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഈ പന്നിയിറച്ചിയുടെ കാര്യം, പന്നിയിറച്ചി ഒരു മനുഷ്യന് വേറൊന്നും കഴിക്കാൻ കിട്ടാത്ത സന്ദർഭത്തിൽ ആ ഇറച്ചി കഴിച്ച് അവന്റെ വിശപ്പടക്കം അവന്റെ ജീവൻ നിലനിർത്താം എന്നുള്ള ഒരു എക്സ്ക്യൂസ് കൊടുത്തതുപോലെ ആ അടിമത്ത വ്യവസ്ഥ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അടിമത്തം എന്ന് പറയുന്ന സംഭവം അത് പല രീതിയിൽ ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയി അടിമകളാക്കുക, സ്വന്തം മക്കളെ കൊണ്ട് വിറ്റ് ഒഴിവാക്കിയിട്ട് അവർ അടിമകളാക്കി മാറ്റുക, എന്നിട്ട് സ്വന്തം കടം വന്നു കഴിഞ്ഞാൽ കടം വീട്ടാൻ വേണ്ടി സ്വയം അടിമയായിട്ട് മാറുക, തുടങ്ങിയ ഒരുപാട് പരിപാടികൾ, ഒരുപാട് വൃത്തികെട്ട പരിപാടികൾ. ഈ വൃത്തികെട്ട പരിപാടികളൊക്കെ നിരോധിച്ചിട്ട് യുദ്ധസംബന്ധമായിട്ടുള്ള വിഷയത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക രാജ്യത്തിന് ആക്രമിക്കാൻ വേണ്ടി പുറത്തുനിന്നൊരു രാജ്യം വരികയും ഒരു യുദ്ധം നടക്കുകയും ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളെ മാത്രമേ നിങ്ങൾക്ക് അടിമകളാക്കി വെക്കാൻ പാടുള്ളൂ. അവരെ മാത്രം നിങ്ങൾ അടിമകളാക്കാൻ ഒരു വഴി ഇസ്ലാം തുറന്നു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇസ്ലാം ക്ലോസ് ചെയ്തു. അതായത് ഫ്രീ ആയി നിൽക്കുന്ന അടിമകളെ, ഫ്രീ ആയി നിൽക്കുന്ന മനുഷ്യന്മാരെ പിടിച്ച് അടിമകളാക്കുന്നത് പോലെയുള്ള ആ വൃത്തികേട് ഇസ്ലാം നിരോധിക്കുകയും യുദ്ധസംബന്ധമായ വിഷയത്തിൽ മാത്രം ഒരു എക്സ്ക്യൂസ് കൊടുക്കുകയും ചെയ്തു. യുദ്ധസംബന്ധമായ വിഷയത്തിൽ മാത്രം. അത് ആ രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റിക്ക് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരാളെ ഒരു യുദ്ധം സംഭവിച്ചു, ഇന്ത്യയുടെ അയൽ രാജ്യം തമ്മിൽ യുദ്ധം സംഭവിച്ചു. ആ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അവരെന്ന് പറയുന്ന ശത്രുക്കളായ പട്ടാളക്കാരെ കൊണ്ടുവരികയും അവരെ കൊണ്ട് ഇന്ത്യയിലെ ഖനികളിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കമ്പനികളിലും പണിയെടുപ്പിക്കുകയാണെങ്കിൽ ലേബേഴ്സിന്റെ ഷോർട്ടേജ് കുറക്കാൻ സാധിക്കും, അല്ലേ? അതാണ്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയത്തെക്കുറിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഏത്യസ്റ്റുകളായിട്ടുള്ള ഈ എക്സ് മുസ്ലിംസുകളായിട്ടുള്ള, ഏത്യസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഓക്കെ, ഇവരാരാന്ന് ഇവർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും അല്ല കേട്ടോ, ഇവർക്ക് ആരാന്ന് ഇവർക്ക് അറിയില്ല, ഇവർക്ക് തന്നെ അറിയില്ല അവർ ഏത്യസ്റ്റുകളാണോ,
ഇവർക്ക് ഈ ഒരു ഐഡന്റിറ്റി ഒന്നും ഇല്ല. ഞാനിപ്പോ ലിയാക്കത്ത് ഞാൻ മനുഷ്യനാന്ന് പറഞ്ഞു. നമ്മൾ മനുഷ്യന്മാരല്ലേ, ഒരു മനുഷ്യനടുത്ത പ്രത്യേകിച്ചിട്ട് ആശയങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു മനുഷ്യൻ അത്രേ ഉള്ളൂ എന്നാണ് ലിയാക്കത്ത് പറഞ്ഞത്. ആശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ അടിമത്തത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആശയത്തിൽ ആശയങ്ങളൊന്നും ഇല്ലെന്ന് പറയണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിരീശ്വരവാദം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രീ തിങ്കിങ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ സംഭവങ്ങളിൽ എങ്ങനെയാണ് അടിമത്തം ഇസ്ലാം എല്ലാ വഴിയും നിരോധിക്കുകയും ഇനി അഥവാ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളോട് വളരെ മാന്യമായിട്ട് പെരുമാറണമെന്നും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ശമ്പളം കൊടുക്കണമെന്നും, ഇവൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ട് അദ്ദേഹത്തെ വധിച്ച ആ ഒരു അതൊരു അടിമയായിരുന്നല്ലോ, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ശമ്പളം കൂട്ടിച്ചോദിച്ചതായിട്ട് വരെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ശമ്പളം വരെ കൂട്ടിച്ചോദിക്കുക ഒരു ഖലീഫയോട് പോയിട്ട്. അപ്പൊ ശമ്പളം വരെ അവർ കിട്ടുന്നുണ്ട്. ശമ്പളം കിട്ടുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ശമ്പളം കിട്ടുന്ന ആളുകൾ, അതേപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ കീഴിൽ ഒരുപാട് ആളുകൾക്ക് അണ്ടറിൽ നിൽക്കുന്ന ഈ അടിമകൾ എന്ന് പറയുന്ന യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകൾ, ഇത്തരം ആളുകളിൽ മാത്രമേ അടിമത്തം നിലനിൽക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ ഡോറും ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആശയങ്ങൾ എന്താ പറയുന്നത്? ഫ്രീ തിങ്കിങ്ങും ഈ പറഞ്ഞ നിങ്ങളുടെ ദൈവമില്ല എന്ന് പറയുന്ന ആശയം, ഈ ആശയങ്ങളിലൊക്കെ ഏത് വഴിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്? ഇസ്ലാമിൽ ഖുർആനിലെ ഫക്കുർ അക്കബ, നിങ്ങൾ അടിമയെ മോചിപ്പിക്കൂ എന്ന് ഖുർആനിലെ പച്ച അറബിയിൽ എഴുതി വെച്ചിട്ട് അത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് അതിന് ട്രാൻസ്ലേഷൻ വരെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അടിമയെ മോചിപ്പിക്കുക, നിങ്ങൾ ഒരു മലമ്പാത കടന്നു പോകുന്നില്ല. അത് കൃത്യമായി പറയുന്നത് മനസ്സിലാക്കണം. അതായത് നമുക്കൊരു ഫ്രീ വില്ല് വന്നിട്ടുണ്ട്, 2 വഴികളല്ല കാണിച്ചു തന്നിരിക്കുന്നു പറയുന്ന വചനത്തിൽ 2 വഴികൾ കാണിച്ചു തന്നിരിക്കുന്നു. ഒരു വഴി ദുർഘടമായ വഴിയാണ്, ആ വഴി അല്ലെങ്കിൽ ആ മലമ്പാത താണ്ടു പോവുക, മലമ്പാത നമ്മൾ അതിനെ അല്ലെങ്കിൽ ആ ദുർഘടമായ വഴിയിലൂടെ നമ്മൾ കടന്നു പോവുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫക്കുറൊക്കെ വന്നു അടിമയെ മോചിപ്പിച്ചുകൊണ്ട് കടന്നു പോവുക. ആ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ഒരു അടിമ കരാർ വെക്കുകയാണ്, എനിക്ക് മോചനം വേണം എന്ന് പറഞ്ഞാൽ അയാൾ നന്മ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുക. സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അടിമകളെ മോചിപ്പിക്കുക. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടിമകളെ മോചിപ്പിക്കുക. അപ്പൊ അന്നുണ്ടാകുന്ന സിസ്റ്റത്തിനകത്ത് മോചിപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അടിമയെ പിടിച്ചുകൊണ്ട് പോവാ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കണം എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു തെറ്റ് ചെയ്തു സഹോദരൻ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്പുറത്തെ രാജ്യത്ത് പോയിട്ട് ഒരു അടിമയെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അവിടെ അടിമയെ മോചിപ്പിക്കുക എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുകയും അവർക്ക് ഭക്ഷണത്തെക്കുറിച്ചും അവരുടെ വസ്ത്രത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മതം. ഈ മതം ഇങ്ങനെ പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ ആശയത്തിൽ എന്താണ് പറയുന്നത്? ഈ ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ ഒരു വിഷയത്തിലേക്ക് വരാം. അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ലിയാഖത്ത് അലിയും ഷാഹുൽ ഹമീദും തമ്മിൽ ഈ ഒരു ലൈവ് ഉണ്ടായിരുന്നു. ലൈവിന്റെ അകത്തെ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ, സംസാരിക്കാൻ വാ, നമുക്ക് ലൈവിൽ ഇരുന്നു കൊണ്ട്, പണ്ട് കാളവണ്ടി കൊത്തിലൊന്നല്ല, ഇപ്പൊ ടെക്നോളജി വളർന്നു, ഇപ്പൊ AI യുഗമാണ്. ഇപ്പോൾ ലൈവിലേക്ക് വന്നിട്ട് നമുക്ക് 2 പേർക്കും അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് അൺമാസ്കിങ് അനോമലിസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അകത്ത് ബാസിലും അതേപോലെ തന്നെ ഷാഹുൽ ഹമീദൊക്കെ ഇരിക്കുന്ന ആ ഒരു സദസ്സിലേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് ലൈവായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവിടെ ലൈവായിട്ട് ലിയാഖത്ത് അലിനെയും പിന്നെ ഷിഹാബുദ്ദീൻ മേത്രയും പിന്നെ മറ്റൊരാളുണ്ടല്ലോ നമ്മൾ ആരിഫ് ഹുസൈൻ, പെരുന്നുടയൻ ആരിഫ് ഹുസൈൻ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ വെല്ലുവിളിച്ച സമയത്ത് ഇവര് ഈ ലിയാഖത്ത് അലിക്ക് ഓൾറെഡി ഇൻവിറ്റേഷൻ അയച്ച് അവൻ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. UA ടീമിന്റെ ഇൻവിറ്റേഷൻ പോയതാണ്. ആ ഇൻവിറ്റേഷനും അയച്ചിട്ട് അവനോട് വരാനും പറഞ്ഞു. അവൻ വന്നു. അപ്പൊ നമ്മളെന്ത് വിചാരിക്കുക? പയ്യന് വന്ന ഇനി അവൻ ഡിബേറ്റ് ചെയ്യും. അപ്പൊ ബാസിൽ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഈ പുസ്തകം ഉണ്ട്, പേപ്പർ ഉണ്ട്, നോക്ക് വേണ്ട, നമുക്ക് ഇപ്പൊ സംസാരിക്കാം. അപ്പൊ ലിയാഖത്ത് പറയണം എന്താ? ഞാൻ സംസാരിക്കാൻ, നിങ്ങൾ വീഡിയോ കാണണം. സംസാരിക്കുന്നില്ല എന്നുള്ളതാ. സംസാരിക്കുന്നില്ല. ലിയാഖത്ത് ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഡിബേറ്റിലേക്ക് കടക്കുന്നേ ഇല്ല. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചിട്ടും അവന് ആ ഡിബേറ്റിലേക്ക് കടക്കുന്നില്ല. ആ സമയത്ത് ഷാഹുൽ ഹമീദ് ഈ വീഡിയോയിലേക്ക്, ഈ ഒരു ലൈവിലേക്ക് ചേരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം നമുക്ക് കാണാം. എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക. ഇനി എന്ന് താങ്കൾക്ക് ഡിബേറ്റിന് ഒരാൾ തടസ്സം?
അല്ല, ഞാൻ എന്റെ ഒരു മ്യൂട്ട് സംശയം ചെയ്തല്ലേ? ചോദിച്ചോട്ടെ? എന്റെ ഒരു ഓക്കെ. ഇനി സംശയം ഞാനൊരു കാര്യം ലിയാഖത്ത് ഓക്കെ ഓക്കെ. ഇപ്പൊ ഷാഹുൽ വന്നേ നിങ്ങൾക്ക് എന്താണ് ഡിബേറ്റ് വരാൻ തടസ്സമെന്ന് ചോദിച്ച സമയത്ത് ലിയാഖത്ത് അലി എന്തോ മ്യൂട്ട് എന്ന് പറഞ്ഞ സമയത്താണ് ഷാഹുൽ ഹമീദ് വന്ന് കയറി. ഷാഹുൽ ഹമീദ് പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കും. ഷാഹുൽ ഹമീദ് അതുവരെ ആ ഒരു പിക്ചറിലില്ല കേട്ടോ. അതൊരു പിക്ചറിലില്ല. കാരണം അദ്ദേഹം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന് കയറുകയാണ്. ഞാനിത് കുറച്ച് നേരം കൊച്ചിയർക്കന്മാരൊക്കെ മാറിയിരിക്കും. എന്തായി കൊച്ചിയർക്കന്മാരൊക്കെ ഇടയ്ക്കടി കയറി? അതെ, ഒരു മിനിറ്റ്. അതായത് 10, 40, 50 വയസ്സുള്ള ആളുകളായിട്ട് മാത്രമേ പുള്ളി പിന്നെ സംസാരിക്കുള്ളൂ. പുള്ളിക്ക് നമ്മൾ ഈ ലൈസൻസ് കാർഡൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. പറയുന്ന ആശയം എന്താണെന്നുള്ളത് അങ്ങനെ എടുത്താൽ മതി. വയസ്സും പ്രായം നിനക്ക് അത്രമാത്രം അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് പോരും പാലക്കാട്, നമുക്ക് നേരിട്ട് കാണാം. എന്നിട്ട് നിനക്ക് വയസ്സും പ്രായം കാണിച്ചു തരാം. അപ്പൊ അവിടെ നിൽക്കും. നീ വേണ്ടാത്ത വർത്തമാനത്തിലൊന്നും പോവല്ലേ. പിന്നെ എന്റെ പൊന്നെ, അതായത് ലിയാഖത്തിന്റെ കിളി പോയി. ഇവനിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഷാഹുൽ വന്ന് കയറിയ സമയത്ത് ഇവിടെ കൊച്ചു ചെക്കന്മാരൊക്കെ മാറി നിൽക്കട എന്ന് പറഞ്ഞപ്പോ ഷാഹുൽ തിരിച്ചിട്ട് നീ വയസ്സന്മാരോട് സംസാരിക്കുള്ളൂ, നീ എന്നോട് സംസാരിക്കില്ലേ, നീ അങ്ങനെ എന്റെ പാലക്കാട്ടേക്ക് പോവാ, നമുക്ക് ഞാൻ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു തരാന്ന് പറയണം. അപ്പൊ ലിയാഖത്ത് അല്ലെ കിളി പോയി നിൽക്കുന്നത്. നിങ്ങൾ ആ ഒരു അവന്റെ ഫേസിന് ശ്രദ്ധിക്കുക കേട്ടോ, എന്ത് സംഭവിക്കുന്നത്. പിന്നെ ഒരുപാട് മൂത്തിട്ടുണ്ട് ലിയാഖത്തിന്. അതെന്താണെന്നറിയാം, ഈ മതവിരോധ മൂത്ത് വട്ടായി പോയതിന്റെ പ്രശ്നമാണ്. അതവിടെ നിൽക്ക്. നീ ഇവിടെ കാണിക്കുന്ന ഉടായ്പകളൊക്കെ നമുക്ക് ഇതിൽ തെറി എവിടെ? തെറി എന്താന്ന് പോലും അറിയില്ല. ഇവന്മാർ തെറി ജീവിതത്തെ കേട്ടിട്ടുമില്ല കൊണ്ടു. ഇത് തെറിയാണോ? ഇവൻ കുറച്ച് ഹാർഷായിട്ട് അറ്റാക്കിംഗ് മോഡിൽ സംസാരിക്കുകയാണ് ഷാഹുൽ ഹമീദ്. കാരണം എന്താ, ലിയാഖത്ത് അലി വന്ന് കയറിയ ഉടനെ നീ കൊച്ചു ചെക്കന്മാരൊക്കെ മാറി നിൽക്കണമെന്ന് പറയുമ്പോ കയറി വരുന്നവന് ആംബിയർ ഉണ്ടെങ്കിൽ തിരിച്ചു പറയില്ലേ? ഷാഹുൽ ഹമീദ് ആംബിയർ ഉണ്ടാണ് തിരിച്ച് അതേപോലെ പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ല തെറി ഒന്നും പറഞ്ഞിട്ടില്ല. ലിയാഖത്തിന് തെറി പറയല്ലേ, മ്യൂട്ടി തെറി പറയാം. എന്ത് തെറി? എവിടെ തെറി കാണിച്ചു? അങ്ങനെയാണെങ്കിൽ ലിംഗം എന്ന് പറയുന്ന താങ്കൾക്ക് ലിങ്ക് ഇത് സംഭവം എന്താ അറിയോ? ഇവിടെ ലിംഗം എന്ന് ലിങ്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മള് അൺമാസ്കിംഗ് ടീം പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട് ഓൾറെഡി ഇൻവിറ്റേഷൻ അയച്ചാന്ന് പറയുമ്പോൾ പറഞ്ഞു എനിക്ക് ലിംഗം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ലിങ്ക് എന്ന് പറഞ്ഞ ലിംഗം എന്നൊക്കെ പഠിച്ചവര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാ. തലച്ചോറൊന്നല്ല ഉപയോഗിക്കുന്നത്, ഇവരെന്തോ ആണ് ചിന്തിക്കാൻ ഉപയോഗിക്കുന്നത്. അള്ളാഹു എന്താ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല എന്തായാലും കേട്ടോ. ഇത് രസമായി ഇത് സംഭവം. ലിങ്ക് എന്ന് ചോദിച്ചപ്പോ ലിങ്ക് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലിംഗം എന്ന് പറയുന്ന തന്നെ പോലെ ലിംഗം ആളുകളെല്ലാം അവിടെ നില്ലേ സംവാദത്തിനല്ലേ ഇവർ എത്ര നേരം വിളിച്ച്. അപ്പം മിണ്ടാതിരിക്കുന്ന നീ സംവാദം എന്ന് പറയുന്നത് അവിടെ നിക്ക് സഹോദര നിങ്ങൾ ഷാഹുലിനെ പറയാൻ സമ്മതിക്കുന്നില്ല. ഷാഹുലിനെ പറയാൻ സമ്മതിക്കൂല എന്ന് പറയില്ലേ നമ്മൾ, നിന്നെ കൊന്നോറി ഞാൻ സമ്മതിക്കൂല എന്ന് പറയുന്നല്ല, സമ്മതിക്കൂലെന്ന്. ഞാൻ ഷാഹുൽ വന്ന് കയറിയപ്പോ തുടങ്ങിയ പറയലാട്ടോ. സത്യം പറയുകയാണെങ്കിൽ ലിയാഖത്ത് ആകെ ഇല്ലാണ്ടായി പോയി. ലിയാഖത്തിലേക്ക് ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഷാഹുൽ എന്ന് കയറണത്. അപ്പൊ ഇപ്പൊ അവനെ പിടിവിട്ട് അതിന്റെ ഇടയിൽ കൂടി അവന്റെ സ്ഥിരം പരിപാടി അറിയാലോ, നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത് കണ്ട. അതിനിടയിൽ കൂടി രസം. അതൊക്കെ അവന്റെ ഒരു കളികളാണ്. അതൊക്കെ രോഗം കുറെ കാലമായിട്ടുണ്ട്. ലിയാഖത്ത് ഇവിടെ കടന്ന് പിന്നെ ഒന്നും അറിയാത്ത ആളുകളുമായിട്ടും അൺട്രെയിൻഡ് വണ്ണുമായിട്ടും ഒക്കെ കുറെ സംസാരിക്കാൻ അറിയാം. അതേസമയം നമ്മളെ പോലുള്ള ആള് ലിയാഖത്തിന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്ന ഫോൺ കോളുകൾ പോലും എടുത്ത് റെക്കോർഡ് ചെയ്ത് വിറ്റ് തിന്ന് വയറ് വീർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ലിയാഖത്തെ ഞങ്ങളെ പോലെ ആളുകളുമായിട്ട് വരും നിങ്ങളുടെ മുമ്പിൽ ആർജവത്തോടെ നിങ്ങളോട് നേർക്ക് നേരെ മുഖാമുഖം ഇരുന്ന് സംസാരിക്കാനാണ് വിളിക്കുന്നത്. അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഈ മതവിദ്വേഷ പ്രകടനവും വർഗീയതയും സംഖ്യകൾക്ക് കാലി നോക്കി കൊടുക്കുന്ന ജോലിയും അതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. നമ്മൾ ആദ്യം ഒന്ന് നേർക്ക് നേരെ ഇരുന്ന് സംസാരിക്കും. അതായത് സമ്മതിച്ചു കൊടുത്തു, കൈകുട്ടി സമ്മതിച്ചു കൊടുത്തു. ശരിയാണ്, ഷാഹുൽ ഹമീദ് പറയുന്നത് ശരിയാണ്. അതെ, നമ്മളെ കൊണ്ട് ഇങ്ങനെ നിങ്ങളെ അടുത്ത് വന്നിട്ട് അപ്പുറത്തിരുന്ന് സംസാരിക്കാനൊന്നും അറിയില്ല. ഓക്കെ, ഞങ്ങളെ ഈ എത്തിയസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന, പുരോഗമനവാദികൾ എന്ന് പറഞ്ഞു നടക്കുന്ന, ലിബറൽസ് എന്ന് പറഞ്ഞു നടക്കുന്ന എന്തൊക്കെയോ ആശയങ്ങളൊന്നും ഇല്ല, എന്തൊക്കെയോ ഒരു സാധനങ്ങൾ, ഈ സാധനങ്ങൾ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞപ്പോൾ എക്സ് മിലിറ്ററി എന്ന് പറയില്ല നമ്മൾ. പണ്ട് ഞാൻ മിലിറ്ററിക്കാരനായിരുന്നു പറഞ്ഞ പോലെ ഞാൻ പണ്ട് മുസ്ലിം ആയിരുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന സാധനങ്ങൾ അല്ലേ? അങ്ങനല്ലേ? ഞാൻ പണ്ട് മിലിറ്ററിയിലായിരുന്നു, എക്സ് മിലിറ്ററി. ഞാൻ പണ്ട് മുസ്ലിം ആയിരുന്നു, എക്സ് മുസ്ലിം. ഞാൻ പണ്ട് ലെവലായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ ഇരിക്കുന്നത്രേ ഉള്ളൂ. എക്സ്പീരിയൻസ്ഡ് പേഴ്സണാണ്.
മിലിറ്ററിയിലാകുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എക്സ് മുസ്ലിം ആകുമ്പോൾ ഒരുപാട് പറയാണ്ട്. ഓക്കെ, എന്തായാലും ഇവരടുത്ത് വന്നിട്ടൊന്നും പറയാൻ തയ്യാറല്ല, ഒറ്റക്കിരുന്നേ പറയുള്ളൂ. ഒറ്റക്കിരുന്നിട്ട് എന്ന് പറയാന്നല്ലാതെ ഇവിടെ ഒന്നും പറയുന്നില്ല. വന്നത് ഇതുപോലെ ആളാണ് യു എക്ക് ആവശ്യം. അതെ സഹോദര, എപ്പോഴും മിസ് ഇതുപോലുള്ള ചെയ്യുന്നു ആളുകൾ എന്നുള്ള- തന്നെയാണ് യു എക്ക് ആവശ്യം. മനസ്സിലായോ? യു എക്ക് എന്നല്ല, ഇന്ത്യക്ക് തന്നെ പുകയോ ആവശ്യം യു എ പോലുള്ള ആളുകളാണ്. നിങ്ങളെ പോലെ 24 മണിക്കൂറും മതവിദ്വേഷവും വർഗീയതയും ഓൺലൈനിലും യൂട്യൂബിലും വന്നിരുന്ന് തിന്നും ജീവിക്കുന്ന ആളുകളല്ല. ഇനി ഷാഹുൽ തുടങ്ങിയിട്ട് 2 മിനിറ്റ് തയ്ച്ചിട്ടില്ല കേട്ടോ. ഷാഹുൽ തുടങ്ങിയിട്ട് 2 മിനിറ്റ് തയ്ച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ഇവരിങ്ങനെ ഇടയിൽ കയറി സംസാരിച്ചുകൊണ്ടേയിരിക്കുക. വെയിറ്റ് ചെയ്യേ ലിയാഖത്തെ, വെയിറ്റ് ചെയ്യേ ലിയാഖത്തെ. ആദ്യത്തെ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അവിടെ നില്ലേ 2019 അവിടെ നില്ലിയാകത്തെ. നീ കുറെ നേരമല്ലോ 1 മിനിറ്റ് തരും 1 മിനിറ്റ് തരും എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കട്ടെ, നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലേ, ഞങ്ങൾ നിനക്ക് തരുന്ന ഔദാര്യമാണ് നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം, ഒരു മിനിറ്റ് എന്താ നിങ്ങൾ സഹോദര 1 മിനിറ്റ് തരാം. ഞങ്ങളുടെ ചാനൽ ഇതുകൊണ്ടാണ് വരാത്തത്. പറയാൻ സമ്മതിക്കാതെ ഒരാൾ വന്ന് കയറിയപ്പോ ഒരു ഡയലോഗ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അവനായിട്ട് സ്വയം പോയി പിടിച്ച വള്ളിയാ അല്ലെ, ആകാശത്തൂടെ പറന്നു പോകുന്ന പക്ഷിനെ ഏണി വെച്ച് പിടിക്കുന്ന പരിപാടി. ആ പരിപാടിയാണ് ലിയാഖത്ത് ചെയ്തത്. ഷാഹുൽ ഹമീദ് മാനിയിട്ട് വന്ന് കയറിയ സമയത്ത് ഷാഹുൽ ഹമീദിനെ കയറി ചൊറിഞ്ഞ് നല്ലോണം തിരിച്ചു കിട്ടിയപ്പോ ഇത് തന്നെയുള്ള പരിപാടി അപ്പൊ കിട്ടുമ്പോ കൊള്ളുന്നൊക്കെ മനസ്സിലാക്കുക, അല്ലാതെ ഇവരിത് വായ വെറുതെ നിങ്ങൾക്കുള്ള താങ്ക് യു പറഞ്ഞു പോയി കണ്ടോ, താങ്ക് യു പറഞ്ഞു പോയി. അപ്പൊ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഒരു അത്യാവശ്യം നമുക്കൊരു കോമഡി പ്രോഗ്രാം 20 മിനിറ്റ് കോമഡി പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുന്നത്. ആ ഒരു കോമഡി പ്രോഗ്രാം ഒന്നും ഇരുന്ന് കാണണ്ട, ഈ 2 മിനിറ്റ് വീഡിയോ കണ്ടാൽ മതി. ലിയാഖത്തിന്റെ ആ കിളി പോയി ഇരിക്കുന്നൊരിരുത്തം, അതായത് ഷാഹുലും ഇത് തിരിച്ച് ഡയലോഗ് അടിച്ചപ്പോ കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരിരുത്തണ്ട, കണ്ണിങ്ങനെ പൊന്തിയിട്ട് ആ സാധനം മാത്രം മതി ചിരിക്കാനായിട്ട്. അപ്പൊ ലിയാഖത്തെ നിനക്ക് 3 മണിക്കൂറിനടുത്ത് അവിടെ വന്നിരുന്ന് സംസാരിച്ചിട്ടും നീ ആ ബാസിൽ അങ്ങനെ പേപ്പർ എടുത്ത് കാണിക്കാതെ പേപ്പർ കണ്ടോ, ഇതാണ് ഉത്തരം, നിനക്കുള്ള ഉത്തരമാണിത്, നീ ഇപ്പൊ സംസാരിക്കാൻ തയ്യാറാണ്, സംസാരിക്ക്. മൈക്ക് ഓണാണ്, നെറ്റ് ഉണ്ട്. എന്നിട്ട് ഇപ്പൊ സംസാരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുമ്പോ അവിടെ ലിയാഖത്ത് ജീവൻ ഉണ്ടെങ്കിൽ ഈ ചത്താലും ഞാൻ എന്തില്ല, ഞാൻ മൈക്ക് എടുക്കൂല, ഞാൻ സംവാദത്തിന് കയറൂല, ഞാൻ ആ വിഷയം സംസാരിക്കൂല എന്നുള്ളതാണ്. ബാക്കി ഒക്കെ സംസാരിച്ചു. അവന് ബാക്കി എല്ലാം പറയാൻ സമയമുണ്ട്, ഇത് മാത്രം പറയാൻ സമയമില്ല. ലിയാഖത്ത് നിന്നെ കൊണ്ട് പരിപാടി ആവൂല. ഓക്കെ, ഇസ്ലാമിക വിമർശനം എന്ന് പറയുമ്പോഴേ ഇസ്ലാമിക വിമർശനം നടത്തുന്നതിന് കുറച്ച് നിലവാരം വേണം. നിന്നെ ഒരു തമാശക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ട് നടക്കാം എന്നല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും പള്ളം നിറഞ്ഞ് തികഞ്ഞിട്ടുണ്ട്. ആ തികച്ചിലായിരുന്നു നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയപ്പോ. എന്തായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.